Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഭയന്ന് ബ്രിഡ്ജ് കടന്ന് അവരിപ്പോ ഒരു ഗുഹയുടെ ഉള്ളിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉസോപ്പ് ആണെങ്കിൽ തീർത്തു പറയും, അതെ ഇത് എൽബോഫ് തന്നെയാണ്. ഉസോപ്പ് ആണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കുകയാണ്. അവർ കണ്ട സ്ഥലങ്ങള്, ബിൽഡിങ്ങുകള്, ആളുകള്, ഓരോ മൃഗങ്ങള്, മരങ്ങള്, വീടുകള്, മനുഷ്യന്മാര് എല്ലാവരും വളരെയധികം വലുത് തന്നെയായിരുന്നു. അതിനർത്ഥം ഇത് എൽബോഫ് ആണെന്നല്ലേ? അതെ, ഇത് എൽബോഫ് തന്നെയാണെന്ന് ഉസോപ്പ് ആണെങ്കിൽ വീണ്ടും വീണ്ടും തറപ്പിച്ചു പറയും. എൽബോഫിലാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അവരാണ് കണ്ടിന്യൂസ് ആയിട്ട് 100 വർഷമായി ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. അവരിലൂടെയാണ് എൽബോഫ് ഐലാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞതും അവിടേക്ക് എത്താനുള്ള ആഗ്രഹം അത് നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ ഉണ്ടായതും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ കറക്റ്റ് സമയത്ത് അവിടേക്ക് എത്തിയതുകൊണ്ട് മാത്രമാണ് അവരുടെ ഫൈറ്റ് അപ്പോഴെങ്കിലും തീർക്കാനായിട്ട് നമ്മുടെ ആൾക്കാരെ കൊണ്ടായത്. ഇത് എൽബോഫ് തന്നെയാണെന്ന് ഉറപ്പിച്ച് ഉസോപ്പ് ആണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായി മുൻപോട്ടേക്ക് പോവും. അപ്പൊ സൺഗോഡ് എന്ന് പറഞ്ഞ ഒരുത്തൻ, ആ റോഡോ എന്ന് പേരുള്ളവൻ, അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ അത് കണ്ട് തലയ്ക്ക് കൈകൊടുക്കും. എന്റെ അന്ത്യം അതൊരു ജയന്റിന്റെ കൈകൊണ്ട് തന്നെയാണെന്ന് പറയും. അവരാണെങ്കിൽ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ചാടി ഓടി വരുമ്പോൾ ദൂരത്തായിട്ട് ഇപ്പോൾ ഒരു പ്രകാശം കാണും. അവർക്ക് കാര്യം മനസ്സിലാവും, അവരിപ്പോൾ ആ ഗുഹയുടെ എക്സിറ്റിലേക്ക് വന്നുവെന്ന്. ഉസോപ്പിനാണെങ്കിൽ അവന്റെ സന്തോഷം കൂടി വരികയാണ്. കാരണം അവനത് എൽബോഫ് തന്നെയാണെന്ന് ഉറപ്പിക്കും. ഉസോപ്പ് ആണെങ്കിൽ അവന്റെ കണ്ണ് തുറന്ന് ആ കാഴ്ചകളെങ്ങനെ ആസ്വദിക്കുകയാണ്. വലിയ വലിയ ജൈന്റ് മരങ്ങള്, അതെ ഇത് എൽബോഫ് തന്നെയാണ്. ചെറുപ്പം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ ആഗ്രഹം അത് സഫലമായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവനങ്ങനെ തുള്ളിച്ചാടുകയാണ്. വാവ്, എനിക്ക് എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവർ താഴെ ഉണ്ടായിരുന്നപ്പോൾ അവിടെ മുഴുവൻ മഞ്ഞൊക്കെ മൂടി വളരെ ബാഡായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് അത് ശരിക്കും അടിപൊളിയാണ്. നമ്മുടെ ആൾക്കാർ അത് ആസ്വദിക്കും. സൺഗോഡ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആൾക്കാരുടെ പിന്നാലെ ഓടി വരികയാണ്. നിങ്ങൾ അത്ര വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയും. സോറോ ആണെങ്കിൽ അത് മൈൻഡേ ഇല്ല. പക്ഷെ ഉസോപ്പിനാണെങ്കിൽ ഭയം കൂടി വരും. ഞാൻ ജയൻസിനെ കുറിച്ചൊക്കെ കരുതിയത് ഇങ്ങനെയല്ല, എന്റെ എക്സ്പെക്ടേഷനിൽ നിന്നും വളരെ ഡിഫറെന്റ് ആണ് ഇവിടെയുള്ള ജയൻസ് എന്ന് അവൻ പറയും. നാമിക്കാണെങ്കിൽ അത് കണ്ട് കൺട്രോൾ പോവും. അവളാണെങ്കിൽ സാഞ്ചി കൊടുത്ത ആ ഒരു കോട്ട് അതഴിച്ച് അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവന്റെ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉടനെ സാഞ്ചി ആണെങ്കിൽ പല്ല് കടിച്ചു പറയും, എന്റെ ഒരൊറ്റ കിക്കിൽ അവൻ തെറിച്ചു പോവും. ഉടനെ സോറോ പറയും, എന്റെ സ്വാഡ് ഉപയോഗിച്ച് ഞാൻ അവനെ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കും. ഇവിടെ ഉസോപ്പിന് മാത്രം ഭയം കൂടി വരും. നിങ്ങൾ ദയവ് ചെയ്ത് എടുത്തു ചാടി പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ഇവനെ അറ്റാക്ക് ചെയ്ത ജയൻസുമായിട്ടുള്ള നമ്മുടെ ഒരു ഫ്രണ്ട്ലി ബന്ധം അതിനെന്തെങ്കിലും തകർച്ച ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇപ്പൊ വെയിറ്റ് ചെയ്ത് ആലോചിച്ചൊരു തീരുമാനം എടുക്കണമെന്ന് പറയും. കട്ട് ചെയ്ത അണ്ടർഗ്രൗണ്ടിലുള്ള അണിക്കയാണ്. ലൂഫി ആണെങ്കിൽ അവനോട് എന്തോ ഒരു ഡീൽ സംസാരിച്ച് ഇപ്പൊ അവന്റെ കൈ അങ്ങനെ നീട്ടി മരത്തിൽ ലോക്ക് ചെയ്ത് അങ്ങനെ ഫ്ലൈ ചെയ്ത് ആ ഒരു ബ്രിഡ്ജിന് ക്രോസ് ആയിട്ട് പോവാണ്. ആ സമയം ബ്രിഡ്ജിന് മുകളിലൂടെ ആ ജയൻസ് ആണെങ്കിൽ കപ്പലും തൂക്കിയെടുത്ത് പറന്നു പോവാണ്. അവരാണെങ്കിൽ ശബ്ദം എടുത്ത് പറന്നു പോകുന്ന അവനെ നോട്ടീസ് ചെയ്യും. ലൂഫി ആണെങ്കിൽ ഉടനെ അവരുടെ കപ്പൽ കാണും. ഓ നോ, ഇത് ഞങ്ങളുടെ കപ്പലല്ലേ, ഇതെങ്ങനെ ഇവിടെ എത്തിയും ചോദിച്ച് അവനാണെങ്കിൽ ആ പാലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ജയന്റ് പെണ്ണാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ കണ്ട് അത്ഭുതപ്പെടും. അവൾ സന്തോഷത്തിൽ ലൂഫിയെ അവനെ തന്നെ നോക്കി ഇപ്പോ ലൂഫിക്ക് ലാൻഡ് ആവാനായിട്ട് അവളുടെ കൈ എങ്ങനെ നീട്ടി കൊടുക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അവളുടെ കയ്യിൽ വന്ന് നിൽക്കും. അവളാണെങ്കിൽ ലൂഫിയോട് പറയും, ഞാൻ റോഡോയെ പോലെ അത്ര ബാഡായിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ഒരിക്കലും നിന്റെ ഫ്രണ്ട്സിനെ പൂട്ടി വെച്ചതുപോലെ നിന്നെ പൂട്ടി വെക്കില്ല. നമുക്ക് നല്ല ഫ്രണ്ട്സ് ആവാമെന്ന് പറയും. ഉടനെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ജയന്റ് ആണെങ്കിൽ അവൾ പറയുന്നത് കേട്ട് അവളോട് പറയും, നമുക്കിപ്പോ ഇതൊന്നും സംസാരിച്ചു വെക്കാൻ സമയമില്ല, എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകണം. അവൾ പറയും, ആക്ച്വലി ആ റോഡോയുമായിട്ട് എനിക്ക് വലിയ കണക്ഷനൊന്നുമില്ല. അവൻ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. അവൻ നിന്റെ ഫ്രണ്ട്സിനെ പൂട്ടിവെച്ചതെല്ലാം തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഉടനെ ആ ഉണ്ടപ്പനാണെങ്കിൽ ഇപ്പോ ലൂഫിയോട് ചോദിക്കും, നീ അണ്ടർഗ്രൗണ്ടിൽ നിന്നല്ലേ മുകളിലേക്ക് പറന്നു വന്നേ, നീ എങ്ങനെ അവിടേക്ക് വീണുപോയി, കൈവഴുതി താഴെ പോയതാണോ? ലൂഫിക്കാണെങ്കിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ലോക്കയെ കണ്ട കാര്യവും അവനോട് ഇത്തരത്തിലൊരു ഡീല് അത് സംസാരിച്ച കാര്യവും ആരോട് പറയാൻ പാടില്ല എന്ന് ലോക്കി ആണെങ്കിൽ ലൂഫിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലൂഫി ആണെങ്കിൽ ടെൻസ്ഡായി അങ്ങനെ അവർ രണ്ടുപേരെ മാറി മാറി നോക്കും. ഉടനെ അവരാണെങ്കിൽ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ കണ്ടതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും സന്തോഷം. കട്ട് ചെയ്ത ഇപ്പം മറ്റൊരു ഭാഗത്ത് ഒരു കുട്ടി പയ്യനെ കാണിക്കുകയാണ്. അവനാണെങ്കിൽ റോഹിയും അവർ രണ്ടുപേരും ഹ്യൂമൻസിനെ കാണാൻ പോയിരിക്കുകയാണെന്ന് പറഞ്ഞ് ക്യാഷ്വലായിട്ട് ഒരു ഡ്രിങ്ക്സ് കുടിക്കും. ആക്ച്വലി ഈ ഒരു എൽബോഫ് ഐലാൻഡിലെ ഒരു ചെറിയ പയ്യനാണിവൻ. അവനാണെങ്കിൽ ജയൻ ഗ്രൂ അവർ തിരികെ എത്തുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയം ജയൻസിന്റെ കപ്പല് അത് അവിടേക്ക് എത്തിയെന്നുള്ള പെരുമ്പറ അത് മുഴങ്ങും. അവനാണെങ്കിൽ അത് കേട്ട് ഹാപ്പി ആവും.
അല്പം ലേറ്റ് ആയിട്ടാണെങ്കിലും അവരെത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എത്രയും വേഗം അവരുടെ അടുത്തേക്ക് പോയി ഒരു ഹായ് കൊടുക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആ പയ്യനാണെങ്കിൽ പുറത്തേക്ക് ഓടി വരും. അവനാണെങ്കിൽ കൈ വീശി കാണിക്കും, ക്യാപ്റ്റൻ കപ്പൽ ഇവിടെ നങ്കൂരവിട്ട് നിർത്താൻ പോവാണ്. ഉടനെ അവരാണെങ്കിൽ മുകളിലേക്ക് കൈ ചൂണ്ടി കാണിക്കും. സോ ആ പയ്യന് മനസ്സിലാവും അവർ മുകളിലേക്ക് പോവുകയാണെന്ന്. ഈ പയ്യനുള്ള ഭാഗം അത് അണ്ടർഗ്രൗണ്ട് ഭാഗമാണ്. സോ അവനാണെങ്കിൽ ഇപ്പോൾ അവർ മുകളിലേക്ക് പോവുകയാണെന്നുള്ള കാര്യം ആ ഒരു ബാർ ഓണറായിട്ടുള്ള ലേഡിയോട് പോയി പറയും. ഉടനെ ആ ലേഡി പറയും അവർ മുകളിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇവിടെ നല്ലതുപോലെ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ഇല്ല. അവർ ഡ്രിങ്ക്സ് കഴിക്കാനും ഭക്ഷണം കഴിക്കാനും തുടങ്ങിയ കണ്ടിന്യൂസ് ആയിട്ട് 3-4 ദിവസം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യും. ഇവിടെ അതിന് മാത്രമുള്ള സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. നീയും മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ബാസ്ക്കറ്റ് കൂടെ നിന്റെ കയ്യിൽ കരുതണം. നിന്റെ അച്ഛനും പ്രിൻസിനും അതിലുള്ള സാധനങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറയും. അത് കേട്ട് അവനാണെങ്കിൽ ആ ബാസ്ക്കറ്റിലേക്ക് നോക്കുകയാണ്. അവൻ ആ കൂടെ എടുത്ത് അതിന്റെ ഉള്ളിലേക്ക് നോക്കും. ലിങ്ക്വിൻ ബെറീസ്. അവനും അത് ഒരുപാട് ഇഷ്ടമാണ്. അവൻ ആ കൂടെ എടുത്ത് നടക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെയുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ദ്രോഹിയും ആരെയാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതെന്ന് അവനോട് ചോദിക്കും. റൂണി റാണി അങ്ങനെ എന്തോ അല്ലേ അവന്റെ പേര് പറഞ്ഞത്. അത് കേട്ട് ആ പയ്യൻ പറയും, റൂണി റാണി ഒന്നും അല്ല. ആ ഷാങ്സ് പോലും അവന്റെ പേര് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അവനൊരു പൈററ്റ് ടെമ്പറർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് ലൂഫി എന്നാണ്. അദ്ദേഹത്തെ കൂടെ കാണാനാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ പയ്യനാണെങ്കിൽ വമ്പ സ്റ്റൈലിൽ വമ്പ പോസൊക്കെ ഇട്ട് അവിടുന്ന് അങ്ങനെ കടന്നു പോവാണ്. ഞാൻ എന്തായാലും അവരെ കണ്ട് അവിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഹായ് ആയിട്ട് നടന്നു പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് ഒരു അരുവി അത് കാണിക്കും. അതാണെങ്കിൽ വെള്ളച്ചാട്ടം പോലെ മുകളിൽ നിന്ന് താഴേക്ക് വന്ന് വീഴുകയാണ്. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാരുടെ ജയന്റ് കപ്പലിന് പാരലായിട്ട് മറ്റൊരു കപ്പൽ വരിക. ബ്രോഹി ആണെങ്കിൽ ഒരു സ്റ്റോൺ എടുത്ത് ഉയർത്തി കാണിക്കും. അടുത്ത നിമിഷം അവിടെ ഒരു റെയിൻബോ അത് ഫോം ആവുകയാണ്. അതൊരു ബ്രിഡ്ജ് പോലെ അങ്ങനെ കടലിൽ നിന്ന് ഇപ്പൊ ഒരു ഐലാൻഡിൽ കണക്ട് ആവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും അത്ഭുതപ്പെടും. ബ്രൂക്ക്, റോബിൻ അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാവരും അന്തം വിട്ട് ആ റെയിൻബോയിലേക്ക് തന്നെ നോക്കും. ബ്രോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഈ ഒരു റെയിൻബോ അത്രമാത്രം സ്പെഷ്യലാണോ ചോദിക്കും. നമ്മുടെ ആൾക്കാർ പറയും, അതെ ഇത് ശരിക്കും ഡിഫറെൻ്റ് ആണ്, സ്പെഷ്യലാണ്, ഭംഗിയുള്ളതാണ്. ബ്രോഹി ആണെങ്കിൽ ആ സൺസ്റ്റോണ് അത് നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കും. ഇതിന്റെ സഹായത്താലാണ് ഞങ്ങളത് ക്രിയേറ്റ് ചെയ്തത്. അത് കണ്ട് നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വീണ്ടും ഒരുപാട് അത്ഭുതം. ആ സമയം കപ്പലുണ്ടായിരുന്ന ബാക്കിയുള്ള ജയൻസ് ആണെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് കരയിലേക്ക് അടുക്കാൻ പോവുകയാണെന്ന് പറയും. ബ്രോഗി ആണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. കപ്പല് അത് കരയിലേക്ക് അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. സോ എവിടെയെങ്കിലും എല്ലാവരും മുറുക്കെ പിടിച്ചു നിൽക്കണം. അത് കേട്ട് നമ്മുടെ ആൾക്കാരും സ്ട്രോങ് ആയിട്ടുള്ള ഓരോ ഭാഗത്ത് അങ്ങനെ മുറുക്കെ പിടിച്ചു നിൽക്കും. ബ്രോഹി ആണെങ്കിൽ ഷിപ്പിന് വെർട്ടിക്കൽ ആയിട്ട് സഞ്ചരിക്കാൻ പോവുകയാണെന്ന് പറയും. അടുത്ത നിമിഷം ആ ഒരു ഷിപ്പാണെങ്കിൽ റെയിൻബോയിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട് തുടങ്ങും. ജയൻസിനാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ പിടിച്ചു നിൽക്കും. പക്ഷെ നമ്മുടെ ആൾക്കാരുടെ കൺട്രോൾ പോയി അവർ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ ആടി ഒലഞ്ഞ് നിലവിളിക്കാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവരോട് ചോദിക്കും, നമ്മളെന്തിനാ ഈ റെയിൻബോയിലൂടെ ട്രാവൽ ചെയ്യുന്നത്? അതിനവർ ദൂരത്തായിട്ട് ആ വലിയ മരം കാണിച്ചു കൊടുക്കും. അവിടെയാണ് എൽബോ ഐലാൻഡ് ഉള്ളത്. അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയൊരു വിരുന്ന് നമുക്കായിട്ട് കാത്തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചിരിക്കും. റോബിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ആക്ച്വലി റെയിൻബോ അത് മഴയിൽ ക്രിയേറ്റ് ആവുന്ന ഒന്നാണ്. ഇവിടെ അവരതൊരു സ്റ്റോൺ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്നു. മാത്രമല്ല അതിലൂടെ കപ്പലിനെ പോലും കൊണ്ടുപോകുന്നു. അത് കേട്ട് ടോണിയും ബ്രോഹിയും അവർ പൊട്ടിച്ചിരിക്കും. ബേർഡ്സുകൾക്ക് ഈക്വലായിട്ട് കപ്പൽ അങ്ങനെ മുകളിലേക്ക് ഉയരുകയാണ്. മാത്രമല്ല അതങ്ങനെ സ്കൈയിലൂടെ പതി അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് അതിലേക്ക് തന്നെ നോക്കുകയാണ്. അല്പസമയം നമ്മുടെ ആൾക്കാർ എക്സൈറ്റ്മെന്റോട് കൂടെ നിൽക്കും. അതിനുശേഷം അവരാണെങ്കിൽ നിലവിളിച്ച് കരയും. ഉടനെ ആ ജയൻസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഇത് നമ്മുടെ ഇഷ്ടത്തിന് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ജിംബൈ ആണെങ്കിൽ എല്ലാവരോടും പറയും, ഇത് ലൂഫി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ സന്തോഷിക്കും. ഉടനെ ജിംബയും ബ്രൂക്കും അവരാണെങ്കിൽ ഹാപ്പി ആയിട്ട് അങ്ങനെ തുള്ളിച്ചാടുകയാണ്. അവരാണെങ്കിൽ താഴേക്ക് നോക്കുമ്പോൾ കളർഫുൾ ആയിട്ടായിരിക്കും ഇപ്പൊ കടൽ കാണാൻ കഴിയുക. മാത്രമല്ല കടലിൽ നിന്ന് ഒരു മ്യൂസിക് അങ്ങനെ മുകളിലേക്ക് ഉയർന്നു വരുന്നതായിട്ട് അവർക്ക് തോന്നും. ഫ്രാങ്കി ആണെങ്കിൽ എപ്പോഴും അവൻ പാടാറുള്ള പാട്ട് പാടും. അങ്ങനെ അവർ പാട്ടുപാടി മുൻപോട്ടേക്ക് വരുമ്പോൾ ഒരു ചെറിയ കപ്പൽ അടുത്തേക്ക് വരികയാണ്. ഹൈറുദ്ദീനും സ്റ്റാൻസനും അവർ രണ്ടുപേരുമാണ് ആ കപ്പലിലുള്ളത്. ഹൈറുദ്ദീൻ ആണെങ്കിൽ ആ വലിയ ആനിമലുമായിട്ട് ആ കപ്പലിൽ വരികയാണ്. ഹൈറുദ്ദീൻ ഇപ്പോ അവരോട് ചോദിക്കും, കപ്പൽ ലൂഫി ഉണ്ടോ? അതിനവർ പറയും ഇല്ല, അവൻ എത്രയും വേഗം നമ്മുടെ അടുക്കലേക്ക് എത്തും. ഹൈറുദ്ദീൻ ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് പറയും, അവനിവിടെ വലിയൊരു വിരുന്ന് തയ്യാറാണ്. ബ്രോഹിക്കും ആണെങ്കിൽ അത് കണ്ട് വായിൽ വെള്ളം ഊറും. ഹൈറുദ്ദീൻ ആണെങ്കിൽ ദേഷ്യപ്പെടും, ഇത് ലൂഫിക്കുള്ളതാണെങ്കിൽ അവൻ കഴിച്ചിട്ട് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അത് കേട്ട് അവർ ചിരിക്കും. അങ്ങനെ ഇപ്പൊ 2 കപ്പലും ആ ഒരു റെയിൻബോയിലൂടെ മുകളിലേക്ക് കയറുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.